എയർ ഫ്രഷ് തയ്യാറാക്കുന്ന എങ്ങനെയെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതൊരു 300 മില്ലി വെള്ളം കൊള്ളുന്നൊരു ഗ്ലാസ് ആണ്. എയർ ഫ്രഷ് എടുക്കുക. എയർ ഫ്രഷ് നമുക്ക് പല ഫ്ലേവറിലുണ്ട്. ഇത് ഏലാച്ചി ഫ്ലേവറാണ്. ഇതിൽ ഒരു 2 സ്പൂണ് പൊടി നമ്മൾ ഗ്ലാസ്സിലോട്ട് ഇടുക. അതിനുശേഷം നല്ല തിളച്ച വെള്ളം ഇതിലോട്ട് ഒഴിക്കുക. നമ്മുടെ എയർ ഫ്രഷ് റെഡിയായി കഴിഞ്ഞു. ഫ്രഷിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നോർമലി ഗ്രീൻ ടീ ഒക്കെ കുടിക്കുമ്പോൾ ചെറിയൊരു കയ്പുണ്ടാവും. പക്ഷേ ഈ ഹെർബൽ ടീക്ക് അങ്ങനത്തെ കയ്പില്ല. അതുപോലെ തന്നെ അവളുടെ നല്ല എനർജറ്റിക് ആയിരിക്കും. പിന്നെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കലോറി വളരെ കുറവാണ്. 10 കലോറി വരെ നമുക്ക് ഒരു ഗ്ലാസ് എയർ ഫ്രഷിന് ഉണ്ടാവുള്ളൂ. നോർമലി കട്ടൻ ചായയൊക്കെ കുടിക്കുമ്പോൾ, കട്ടൻ ചായക്ക് ആണെങ്കിൽ പോലും 100 മുതൽ 150 കലോറി വരെ ഉണ്ടാവും. അതിൽ നമ്മൾ പഞ്ചസാര എത്രത്തോളം കൂടുതൽ ആഡ് ചെയ്യുന്നു അതിനനുസരിച്ച് കലോറിയുടെ അളവും കൂടും. അതുപോലെ കൂടുതൽ ഷുഗർ നമ്മുടെ ബോഡിയിലോട്ട് എത്തുകയും ചെയ്യും. അപ്പോൾ ഒരു ദിവസം 5 ചായയൊക്കെ കുടിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഒരു നേരത്തെ ഫുഡ് കഴിക്കുന്ന അത്രയും കലോറി തന്നെ നമ്മുടെ ബോഡിയിൽ കയറും. എന്നാൽ നമ്മൾ എയർ ഫ്രഷ് ആണ് ഒരു 5 എണ്ണം കുടിക്കുന്നെങ്കിൽ പോലും നമുക്ക് 50 കലോറി വരെ മാക്സിമം നമ്മുടെ ബോഡിയിൽ കയറുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കംഫർട്ടായിട്ട് കുടിക്കാം. പിന്നെ നമ്മൾ ഹെവി ആയിട്ടുള്ള ഫുഡ്, ബിരിയാണി പോലുള്ള ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു എയർ ഫ്രഷ് കുടിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, പല ഫ്ലേവറിലുണ്ട്. അതുകൊണ്ട് തന്നെ പീച്ച് എന്ന് പറയുന്ന ഫ്ലേവർ നമുക്ക് തണുത്ത വെള്ളത്തിലിട്ട് കുടിക്കാനും നല്ല ടേസ്റ്റാണ്. സ്കിൻ ബൂസ്റ്ററിന്റെ കൂടെയും അതുമല്ലാണ്ട് വെറുതെ പച്ചവെള്ളത്തിൽ നമുക്ക് പീച്ച് എന്നുള്ള ഫ്ലേവർ ചേർത്ത് കുടിക്കാം. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലേവർ കാശ്മീരി ഗാവയാണ്. ഇപ്പം ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഏലാച്ചിയാണ്. നമുക്ക് ഒരുപാട് ഫ്ലേവർ ഉണ്ട്. ജിഞ്ചർ ഉണ്ട്, ലെമൺ ഉണ്ട്, തുളസി ഉണ്ട്, കാശ്മീരി ഗാവയുണ്ട്, പീച്ച് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഫ്ലേവർ നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ യൂസ് ചെയ്യാം. ഓരോ ദിവസം ഓരോ ഫ്ലേവർ യൂസ് ചെയ്യുന്നത് നമുക്ക് വെറൈറ്റി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഐ ലവ് എ ഫ്രഷ്.